وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا فمن كفر بعد ذلك فأولئك هم الفاسقون. صدق الله مولانا العظيم صدق وبلغ الرسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ നിന്നോടുന്ന സർവ്വമായ ഭാവങ്ങൾ ഈ ചേർന്നുണ്ട് ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിച്ചു ആദരവായ ജീവിതത്തിൽ മാതൃകയായി പാപങ്ങളിൽ നിന്ന് പരിപൂർണ തഖ്വയോടെ ഈമാനോടെ ജീവിച്ചു അവസാനം ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും ലോകവും ചെയ്യുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം, മുസ്ലിം ഉമ്മത്ത് ഇന്ന് ആഗോളതലത്തിൽ പല വിധത്തിലുള്ള ആശങ്കകളിൽ, അസ്വസ്ഥതകളിൽ, വേദനകളിൽ, ഭീതികളിലുമാണ് കഴിഞ്ഞുപോയി. ലോകങ്ങളുടെ നോക്കിയാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ വാർത്തകൾ നാം ദൈനംദിനവും കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിഞ്ഞു കിടക്കുമ്പോഴും ആശങ്കകൾ വർദ്ധിച്ചു വരുന്നു. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും പ്രതിസന്ധികളുടെ ആഴം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് ആഗോളതലത്തിൽ ഉള്ളുകൊണ്ട് വളരെ ഭീതിയിലാണ്. നമുക്കൊക്കെയും അറിയാം, നമുക്ക് ഭാഗ്യമായി പലതരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭീതികൾക്ക് നാം ഓരോരുത്തരെ അടിമപ്പെട്ടിരിക്കുകയാണ്. സത്യങ്ങൾ തുറന്നു പറയാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, ന്യായത്തിന് വേണ്ടി സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിൽ നമ്മൾക്ക് ഭീതിയില്ല. സാമൂഹികമായി നടക്കുന്ന തിന്മകൾക്കെതിരെ, സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെ, സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ യഥാർത്ഥത്തിൽ നിയോഗിക്കപ്പെട്ട, യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത് അതിനുള്ള ധൈര്യമില്ലാതെ ഏതോ ഒക്കെ ചില ഭയാശങ്കകൾക്കിടയിൽ, അല്ലെങ്കിൽ അവർ ഉള്ളിൽ കുടികൊള്ളുന്ന ചില ആശങ്കകൾക്കിടയിൽ അവർ പ്രവർത്തനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അധികാരികൾ നമുക്കെതിരെ തിരിയുന്നതായി നാം കാണുന്നു. മറ്റുള്ളവർ, മറ്റ് സമുദായ അംഗങ്ങൾ മൂലം പലപ്പോഴും നമുക്കെതിരെ ശബ്ദിക്കുന്നതായി, പലപ്പോഴും നമുക്കെതിരെ ആക്രോശിക്കുന്നതായി നാം ഇന്ന് കാണുന്നു. പരസ്യമായ പദവികൾ നാം ദൈനംദിനവും കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഇന്ന് വളരെയധികം ഭയാശങ്കയിലാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു പോയത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്
അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്നും തങ്ങളുടെ ജീവിതചര്യകളിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോയപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളിൽ നിന്നും അവർക്ക് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ജീവിത പദ്ധതിയിൽ നിന്നും ജീവിത മാർഗത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയപ്പോൾ നമുക്കുണ്ടായ ഒരു അപജയം മാത്രമാണ്. ഇങ്ങനൊരു അപജയം സംഭവിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും വചനങ്ങളിൽ നിന്നും അവരുടെ അധ്യാപനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും ഈ യാഥാർത്ഥ്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂശികുൽ ഉമ്മമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ-അക്ലത്തു ഇലാ ഖത്അതിഹാ. ലോകജനത നിങ്ങൾക്കെതിരിൽ തിരിയും, മുസ്ലിങ്ങളുടെ ലോകജനതകൾ തിരിയും. കമാ തദാഅ അൽ-അക്ലത്തു ഇലാ ഖത്അതിഹാ. വിശപ്പ് വരുന്ന ഒരു കൂട്ടം ആളുകൾ, വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളുകൾ ഭക്ഷണം കണ്ടാൽ ആ ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക് ആർത്തിയോടെ പാഞ്ഞെടുക്കുന്നത് പോലെ, വിശന്ന് വരുന്ന ആളുകൾ ഭക്ഷണത്തലയിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങൾക്കെതിരിൽ ശത്രു സമൂഹങ്ങൾ പാഞ്ഞെടുക്കും. അങ്ങനെ ഒരു സാഹചര്യം പിൽക്കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയുകയുണ്ടായി. സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂലെ, അന്ന് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണെന്ന കാരണത്താലാണോ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കൾ തിരിയുക? പൊതുവെ നമ്മുടെ മാനസികാവസ്ഥയാണ് എണ്ണത്തിലധികമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നൊരു മാനസികാവസ്ഥ. അങ്ങനെ ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, എത്രയോ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ സഹായത്തിന്റെ പേരിൽ എത്രയോ സംഘങ്ങൾക്ക് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണത്തിന്റെ ആധിക്യം കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബദറിൽ നാം കണ്ടതാണ്, ഉഹദിൽ നാം കണ്ടതാണ്. 3 ലക്ഷത്തോളം വരുന്ന ശത്രു സൈന്യങ്ങൾ, 10 ലക്ഷത്തോളം വരുന്ന ശത്രു സൈന്യങ്ങളെയൊക്കെ വളരെ തുച്ഛമായ സഹാബാക്കൾ, വളരെ എണ്ണത്തിൽ കുറഞ്ഞ സഹാബാക്കൾ അവരെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. എന്നാൽ എണ്ണം കൂടിയപ്പോൾ പരാജയപ്പെട്ട ചരിത്രവും നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ولقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليهم الأرض بما رحبت ثم وليتم مدبرين. الله سبحانه وتعالى പറഞ്ഞു, لقد نصركم الله في مواطن كثيرة. ഒരുപാട് സന്ദർഭങ്ങളിൽ, ഒരുപാട് സാഹചര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിൽ ഇത് അഅജബത്തും കസ്റത്തും, നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഇന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറച്ച് അധികമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്, ശത്രുക്കൾക്ക് പരാജയം തീർച്ചയായും ഒരിക്കലും ഞങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധി ആവുകയില്ല എന്ന് വിചാരിച്ച സന്ദർഭം. നിങ്ങളുടെ ആധിക്യം നിങ്ങളെ സന്തോഷിപ്പിച്ച വേള, നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കളഞ്ഞ സന്ദർഭം. ഫലം നിങ്ങളുടെ ആധിക്യം നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരപ്പെട്ടില്ല. പിന്നെ യുദ്ധത്തിൽ നിങ്ങൾക്ക് ആ പരാജയത്തിന്റെ കൈത്തറിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. ഭൂമി ഇത്രയും വിശാലമായിരിക്കുന്നതിന് നിങ്ങൾക്കത് ഇടുങ്ങിയതായി അനുഭവപ്പെട്ടു.
വല്ലേക്കും മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പിന്നീട് 100 വരക്കം വരെ അവിടെ ഉണ്ടായിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിന്റെ ശൈലിയാണ്. എണ്ണമോ വണ്ണമോ അല്ല ആൾക്കാരെ പരിഗണിക്കുന്നത്. എണ്ണമോ വണ്ണമോ അല്ല ആൾക്കാരെ പരിഗണിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രശ്നമല്ല. ഏത് ഘട്ടത്തിലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ് മുഅ്മിനീങ്ങൾക്ക് കൈത്താങ്ങാകേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ചിന്തയിലൊന്നും സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അവൻ ചിന്തത്തിൽ അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്നതിന്റെ പേരിലായിരിക്കുമോ ഞങ്ങൾക്ക് അത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക? ഞങ്ങളുടെ നേരെ ശത്രുക്കൾ ധൈര്യപൂർവ്വം മുന്നിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു. തങ്ങളവരെ ولكنكم اليوم أنتم اليوم كثير. ഒരിക്കലുമല്ല, അന്ന് നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടാകും, ഒരുപാട് ആളുകളുണ്ടാകും, ഒരുപാട് അന്നവരം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളൊന്ന് മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കണ്ടികളെ പോലെയായി മാറിയിരിക്കും. നിങ്ങൾക്ക് അസ്തിത്വം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാനികമായ ശക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒഴുകുന്ന അവസ്ഥയിലായിരിക്കും നിങ്ങൾ. സമൂഹത്തിൽ എന്ത് അനീതി നടന്നാലും, സമൂഹത്തിൽ എന്ത് തിന്മകൾ നടന്നാലും, സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ അതിനോടൊപ്പം ചേരും. എല്ലാവരും പോകുന്ന വഴിയെ നിങ്ങളും പോകും. ഈമാനിന്റെ വഴികളിലെടുക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുകയില്ല, പ്രാണി ഉണ്ടാവുകയില്ല. ആ നിലയിൽ നിങ്ങൾ ഈമാനികമായി അപകടത്തിൽ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളിൽ നിന്നും നിങ്ങളെ കുറിച്ചുള്ള ഭയപ്പെടുത്തു മാറ്റിക്കളയും. ഭയപ്പെടുത്തു മാറ്റും. വലിയ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹനിട്ട് തരും. വഹനെന്ന് പറയുന്നത് രോഗമിട്ട് തരും. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ വഹനെന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ഭൗതികതയോടുള്ള സ്നേഹവും ഈ ഭൗതിക ജീവിതത്തോടുള്ള നിങ്ങളുടെ ആർത്തിയും കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള നിങ്ങളുടെ അസ്വസ്ഥതയുമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ അധ്വാനത്തിന് വേണ്ടിയാണ്, നമ്മുടെ ലാഭങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചിലവിടുന്നത്, നമ്മുടെ സമ്പത്ത് നാം എന്തിനു വേണ്ടിയാണ് ചിലവിടുന്നത്, നമ്മുടെ സമയങ്ങൾ എന്തിനു വേണ്ടിയാണ് നാം ചിലവിടുന്നത്, നമ്മുടെ അധ്വാനങ്ങൾ എന്തിനു വേണ്ടിയാണ് നാം ചിലവിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ഭൗതിക സുഖങ്ങളുടെ വർധനവിന് വേണ്ടി മാത്രമാണ്. സുന്ദരമായ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട്, ഭൗതികമായ ജീവിതത്തിലെ ആർഭാടം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ വലിയ വീടുകൾ കെട്ടണം, നല്ല വാഹനങ്ങൾ വാങ്ങണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, ഉയർന്ന നിലയിൽ ജീവിക്കാൻ കഴിയണം. ഈ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുനിയാവിനോടുള്ള നമ്മുടെ സ്നേഹം, അതിൽ ഒരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും നമ്മൾ തയ്യാറല്ല, അതിൽ താഴേക്ക് വരാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ചിന്തയാണ് ഓരോ സന്ദർഭങ്ങളിലും. നമ്മുടെ അധ്വാനങ്ങളുടെ ഭൂരിപക്ഷം സമയങ്ങളും നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഓരോ നിമിഷവും നമ്മുടെ സുഖസൗകര്യങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ ആഡംബരങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ വീടിന്റെ ഭംഗി എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലും തയ്യാറെടുപ്പുകളിലും പരിശ്രമങ്ങളിലുമാണ് നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിനോടുള്ള സ്നേഹം നമ്മുടെ വീടുകളിൽ പോയി നോക്കിയാൽ മതിയാകും. അവിടുത്തെ സുഖസൗകര്യങ്ങൾ, അവിടുത്തെ ആഡംബരങ്ങൾ, അവിടെ നാം
ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ വാങ്ങിക്കൂട്ടുന്ന വില കൂടിയ വസ്തുക്കളുടെ കണക്കുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വാഹനങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം സമൂഹത്തിന്റെ ജീവിത ശൈലി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദുനിയാവിനോടുള്ള സ്നേഹമാണ്, ദുനിയാവിനോടുള്ള താല്പര്യമാണ് ഹൃദയത്തിൽ കടന്നുകൂടുന്നതെങ്കിൽ രണ്ടാമതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണത്തോടുള്ള വെറുപ്പ്. മരിക്കാൻ ധൈര്യമില്ല, മരിക്കാൻ ഒരുക്കമല്ല, മരണത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള ചിന്താഗതിയിലുള്ള ജീവിതം, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് അവരുടെ അസ്തിത്വത്തിലും അവരുടെ വ്യക്തിത്വത്തിലും നിലനിൽക്കാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് അവരെ ശത്രു സമൂഹം കടന്നാക്രമിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് ഇതൊക്കെ ദർശിക്കാൻ കഴിയും. മറ്റു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഅ്മുറുന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ മനുഷ്യരോട് നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കണം, മനുഷ്യരോട് നിങ്ങൾ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നന്മ ഉപദേശിച്ചുകൊണ്ടിരിക്കണം, പരസ്പരം നന്മകളിൽ നിങ്ങൾ സഹായിക്കണം. തിന്മകൾ കണ്ടാൽ നിങ്ങൾ തടയണം. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ അവരോടുള്ള ആത്മാർത്ഥതയുടെ പേരിൽ ആ തിന്മകളിൽ നിന്ന് പരസ്പരം തടഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അയൽപക്കങ്ങളിൽ നിന്ന്, നിങ്ങളുടെ നാട്ടുകാരിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിന്മകൾ നിങ്ങൾക്ക് കാണേണ്ടി വന്നാൽ ആ തിന്മയോട് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകണം. ആ തിന്മയെ നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന മാർഗത്തിൽ നിങ്ങൾ തടയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ റഅ മിൻകും മുൻകറൻ ഫയുഗയ്യിറുഹു ബിയദിഹി. ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവന്റെ കൈകൊണ്ട്, അഥവാ അവന്റെ ശക്തി ഉപയോഗിച്ച് ആ തിന്മയെ തടയണം. കൈകൊണ്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചതിനെ ആ തിന്മയിൽ നിന്ന് തടയണം. ശക്തി കൊണ്ട്, തന്റെ കൈ കൊണ്ട് ആ തിന്മയിൽ നിന്നും അവരെ തടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്വലിസാനി, നാവ് കൊണ്ട് ആ തിന്മയെ തടയണം. അഥവാ സ്നേഹത്തോടെ പോയി പറയുകയും ചെയ്യണം, സഹോദരൻ തിന്മ ഇത് പാപമാണ്, ഇത് നിഷിദ്ധമാണ്, ഇത് പാടില്ലാത്തതാണ്, ഈ തിന്മയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണമെന്ന് പോയി പറയുകയെങ്കിലും ചെയ്യണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് ആ തിന്മയൊന്ന് വെറുക്കുകയെങ്കിലും ചെയ്യണം. വദാലിക അദ്അഫുൽ ഈമാൻ, ഇത് ഈമാനിന്റെ ഏറ്റവും ബലഹീനമായ ഭാഗമാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ, ഇതിന് ചുറ്റും പിന്നെ കടുകുമണിപോലെ പോലും ഈമാനില്ലാത്ത അവസ്ഥയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിൽ ആ വേദനയെങ്കിലും ഉണ്ടാകണം. ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുടെ മലക്കിനെ ഒരു നാട്ടിലേക്ക് അയച്ചു. ആ മലക്ക് വന്ന് ആ നാടിനെ എടുത്ത് മറിക്കാൻ തുടങ്ങുമ്പോൾ ആ നാട്ടിലെ മസ്ജിദിന്റെ ഉള്ളിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെ കണ്ടു. ആ മലക്ക് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഈ നാട്ടിലെ പള്ളിയിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ ഈ ശിക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവനെ തന്നെ കൊണ്ട് നിങ്ങൾ ആ അദാബ് ആരംഭിച്ചുകൊള്ളുക, ആദ്യം ആ കലണ്ടറിനെ എടുത്ത് മറിച്ചുകൊള്ളുക. കാരണം ഈ നാട്ടിൽ തിന്മകൾ കളിയായിട്ടും, ഈ നാട്ടിൽ തിന്മകൾ വ്യാപകമായിട്ടും അയാളുടെ മുഖമൊന്നും ചുളിയോട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ശിക്ഷ ആരംഭിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറഞ്ഞതായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ. കാരണം തിന്മ കാണുമ്പോൾ അതിനെ തടയണം. ഇത് ചെയ്തില്ല എങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യണം. ഔ ലയുസല്ലിതുന്നല്ലാഹു അലൈക്കും ശിറാറക്കും,
അത് നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങളിൽ ഏറ്റവും മോശക്കാരായവരെ, നിങ്ങളിൽ ഏറ്റവും മോശമായ സ്വഭാവമുള്ളവരെ, ഏറ്റവും നീങ്ങരായ ആളുകളെ നിങ്ങളുടെ അധികാരികളാക്കി അല്ലാഹു തആല നിങ്ങളെ അടിച്ചേൽപ്പിക്കും. അവർ നിങ്ങളെ ശരിക്കും എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയും എല്ലാ നിലയിലും നിങ്ങളെ മാനസികമായും ശാരീരികമായും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കാതെ വരുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കാതെ വരുമ്പോൾ, നമ്മുടെ കടപ്പാടുകളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു വരുമ്പോൾ, നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ് ലയുസല്ലിത്തുന്നല്ലാഹു അലൈക്കും ശിറാറക്കും. നിങ്ങളിൽ ഏറ്റവും മോശമായവരെ, നിങ്ങളിൽ ഏറ്റവും ചെറുപിടിച്ചവരെ, നിങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ആളുകളെ നിങ്ങളുടെ മേൽ അവർ അടിച്ചേൽപ്പിക്കും അധികാരത്തിന്റെ രൂപത്തിൽ. നിങ്ങളെ അവർ കടുത്ത ശിക്ഷകൾക്ക് വിധേയരാക്കും. നിങ്ങളിൽ നല്ല ആളുകൾ ഇരുന്ന് കരുതി ദ്വാ ചെയ്യും, പക്ഷെ അവരുടെ ദ്വായ്ക്ക് ഫലമുണ്ടാവുകയില്ല. നിങ്ങളിൽ നല്ല ആളുകൾ, സാഹികളായ ആളുകൾ ദ്വാ ചെയ്യും, ഫലാനിസ്തജാബുലക്കും, അവർക്ക് അവരുടെ ദ്വാകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ, നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയതിന്റെ പേരിലാണ്. ഭൗതികമായ സുഖസൗകര്യങ്ങളുടെയോ ഭൗതികമായ ആഡംബരങ്ങളുടെയോ പേരിൽ ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ വകയില്ല. ഭൗതികതയുടെ പേരിൽ നമ്മൾ അഹങ്കരിക്കുകയും ഭൗതികതയുടെ പേരിൽ നമ്മൾ സമാധാനത്തിൽ വെടിഞ്ഞുകൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും, ഈ സാഹചര്യങ്ങളെ നിമിഷങ്ങൾ കൊണ്ട് മാറി പറയാവുന്നതാണ്. ഇത് നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് മ്യാൻമറിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ. മ്യാൻമറിലെ മുസ്ലിമീങ്ങളെ വെറും വാഴപ്പിടികൾക്ക് അരിയിടുന്നത് പോലെ അവരുടെ കഴുത്തുകൾ അരിയിടുന്ന ചിത്രങ്ങൾ, വാർത്തകൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ആളുകൾ ജീവനും കൊണ്ട് മുസ്ലിമീങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ പോകുന്ന വഴികളിൽ നിന്ന് അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളില്ല. അവർക്ക് സ്വന്തമായ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് സാഹചര്യങ്ങൾ? ഒരു കാലത്ത് സമ്പന്നതയിൽ ഉന്നതിച്ചിരുന്നവരാണ് സമൂഹം. സമ്പന്നതയുടെ ആധിക്യം എത്രത്തോളമുണ്ട്? അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഈ മ്യാൻമറിൽ പോയ സന്ദർഭത്തിൽ മ്യാൻമറിലെ ആളുകളുടെ സുഖാഡംബരങ്ങളും അവരുടെ സാമ്പത്തികമായ ഔന്നിത്യവും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ദാറുൽ ദൂർന്ന് പോലുള്ള സ്ഥാപനങ്ങൾ സാമ്പത്തികമായി ഞെരുക്കം നേരിട്ട സാഹചര്യത്തിൽ അവരെ സഹായിച്ചത് ഈ മ്യാൻമറിലെ മുസ്ലിങ്ങളായിരുന്നു. അന്നവർ തങ്ങളുടെ സമ്പത്തിന്റെ പ്രൗഢി പ്രകടിപ്പിച്ചിരുന്നത് അതിഥികൾ വീട്ടിലേക്ക് വന്നാൽ നോട്ട് കെട്ടുകൾ എടുത്തിട്ട് കത്തിച്ച് അതുകൊണ്ട് ചായ ഉണ്ടാക്കി കൊടുത്തിട്ടായിരുന്നു. വേറൊരു ഗ്യാസ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുന്നതിന് പകരം നോട്ട് കെട്ടുകൾ അടുപ്പിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് ചായ ഉണ്ടാക്കി കൊടുക്കും. അത്രത്തോളം സാമ്പത്തികമായി ഉയർന്നു നിന്നിരുന്ന ഒരു ജനസമൂഹം. സഹോദരങ്ങളെ, ഇന്നത്തെ അവസ്ഥ എന്താണ്? ലോകത്ത് അറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടെങ്കിൽ ഇത് അവരുടെ മാത്രം അവസ്ഥയാണെന്ന് നാം സമാധാനിക്കേണ്ട. നമ്മളെല്ലാ സമൂഹത്തിന്റെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ന്യായം കണ്ടെത്തുകയാണ്. ഫലസ്തീനിലെ മുസ്ലിങ്ങളെല്ലാം എങ്ങനെയായിരുന്നു? അവർ നന്ദികേട് കാണിച്ചതുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു. അസ്ലാമിലെ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവർ നന്ദികേട് കാണിച്ചുകൊണ്ട് അവർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടായി. ഓരോ രാജ്യങ്ങളിലെയും മുസ്ലിമീങ്ങൾ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനിക്കാറുണ്ട്. പക്ഷെ നമുക്കും സഹോദരങ്ങളെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി രേഖപ്പെടുത്തിയില്ല എങ്കിൽ ഇത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിലും അപ്പുറമായിരിക്കാം നമുക്കും സംഭവിക്കാനുള്ളത് എന്ന് നാം തിരിച്ചറിയണം.
ആരെയും കഴിക്കേണ്ടതില്ല, ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നാം നമ്മുടെ ദൗത്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ, നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ നമുക്കും യാതൊരു സംശയവുമില്ല വന്നു ചേരുമെന്ന വിഷയത്തിൽ നാം എപ്പോഴും ഭയാശങ്കയിൽ കഴിഞ്ഞു കൂടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്ന നിബന്ധനകൾ നാം പൂർത്തീകരിക്കണം. ആ നിബന്ധനകൾ പൂർത്തീകരിക്കുന്നുവെങ്കിൽ മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു മത്സരത്തിൽ സമ്മാനം ലഭിക്കണമെങ്കിൽ ആ സമ്മാനം ആദ്യം പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചതിനു ശേഷം ആ സമ്മാനം കിട്ടുന്നതിനുള്ള നിബന്ധനകൾ പ്രഖ്യാപിക്കും. ആ നിബന്ധനകൾ പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ ആ സമ്മാനം ലഭിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അതിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന നിബന്ധനകൾ നമ്മൾ പൂർത്തീകരിക്കണം. ആ നിബന്ധനകൾ നമുക്ക് പൂർത്തീകരിച്ചാൽ, നാം പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് അധികാരം ഞാൻ തിരികെ തരാം, ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള ജീവിതം നിങ്ങൾക്ക് സുഖകരമായത് ഈ ലോകത്ത് സാധിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം. നിങ്ങളുടെ മനസ്സിലുള്ള ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന മുഴുവൻ ഭയാശങ്കകളെയും ഞാൻ നീക്കിത്തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈമാനുള്ള ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നു, ليستخلفنهم في الأرض كما استخلف الذين من قبلهم. മുൻഗാമികൾക്ക് ഭൂമിയിൽ അധികാരം നൽകിയതുപോലെ അവർക്കും നാം അധികാരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. ഏതുപോലെ 16 ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഭൂമിയുടെ അധികാരികളായിരുന്നോ, ഭൂമിയിൽ മുസ്ലിമീങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ, ആ രീതിയിൽ നിങ്ങൾക്കും അധികാരം ഞാൻ തിരിച്ചു നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തൃപ്തികരമായ നിലയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തന്ന പരിശുദ്ധമായ ജീവിതത്തിനനുസരിച്ചുള്ള ജീവിതം നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ നിലയിലാക്കി തരും. നിങ്ങളുടെ മനസ്സുകളിൽ കുടിയേറിയിരിക്കുന്ന ഭയാശങ്കകൾ നീക്കി നിങ്ങൾക്ക് പരിപൂർണമായ സമാധാനവും ഹൃദയത്വവും നൽകാം. പക്ഷെ നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന, പരിപൂർണമായി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വെളിപ്പെടണം. അള്ളാഹുവിനെ മാത്രം ഇബാദത്തുകൾ ചെയ്യുന്ന സാഹചര്യമുണ്ടാകണം. അള്ളാഹുവല്ലാത്ത മറ്റ് മുഴുവൻ വസ്തുക്കളെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങൾ നീക്കം ചെയ്യണം. അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്യുക, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക, അള്ളാഹുവിന്റെ ഏകത്വം 100% അംഗീകരിക്കുക, അതിൽ യാതൊരു തരത്തിലും വെള്ളം ചേർക്കാതിരിക്കുക. ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ അധികാരത്തിൽ വെള്ളം ചേർത്തു, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ നമ്മൾ വെള്ളം ചേർത്തു, അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ദുആകളിൽ നമ്മൾ വെള്ളം ചേർത്തു, അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട നേർച്ചകളിൽ നമ്മൾ വെള്ളം ചേർത്തു, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യപ്പെടേണ്ട ഇബാദത്തുകൾ മറ്റു പലർക്കു വേണ്ടിയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യപ്പെടേണ്ട കർമ്മങ്ങൾ മറ്റു പലർക്കും വേണ്ടി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തീർത്തും പിന്മാറണം. ഇബാദത്തുകൾ അത് പൂർണ്ണമായും അള്ളാഹുവിന് മാത്രം, ദുആകൾ പൂർണ്ണമായും അള്ളാഹുവിനോട് മാത്രം, നേർച്ചകൾ പൂർണ്ണമായും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം. നിങ്ങളുടെ മുഴുവൻ ഇബാദത്തുകളും അള്ളാഹുവിനായി മാറട്ടെ. നിങ്ങൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമായി മാറണം. എന്നോട് ഒരു വസ്തുവും അവർ ചേർക്കാൻ പാടില്ല. ഇതാണ് ഏറ്റവും ഒന്നാമത്തെ നിബന്ധന.
ഏറ്റവും ആദ്യത്തെ നിബന്ധന അഥവാ വിശ്വാസപരമായി നിങ്ങൾ ഏറ്റവും ശരിയായ അവസ്ഥയിലേക്ക് ഉയർന്നു വരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് പിൻപറ്റപ്പെടാൻ യോഗ്യനായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ മുഴുവൻ കർമ്മങ്ങളിലും മുഴുവൻ പ്രവർത്തനങ്ങളിലും മുഴുവൻ ജീവിതത്തിലും നമ്മൾ പിൻപറ്റേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. തങ്ങളുടെ ജീവിതചര്യകളായിരിക്കണം നമ്മുടെ ജീവിതചര്യ. പരിശുദ്ധ ഖുർആനായിരിക്കണം നമ്മുടെ ഭരണഘടന. ആ ഖുർആനിന്റെ നിയമങ്ങളായിരിക്കണം, നിബന്ധനകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ഇതിൽ വിശ്വാസപരമായ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. നമസ്കാരം എന്നത് നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയെങ്കിലും നിർവഹിക്കേണ്ട ഒരു അമലല്ല. നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നതാണ് അല്ലാഹുവിന്റെ വാക്ക്. നമസ്കരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അസീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. മുജീബൂനസ്സല, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അഥവാ കൃത്യമായി അതിന്റെ സമയം പരിഗണിച്ചുകൊണ്ട്, അതിന്റെ സമയത്തെ ഗൗനിച്ചുകൊണ്ട്, അതിന്റെ തത്വം നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഒരു തിരക്ക് വന്നാൽ, ഒരു കല്യാണം വന്നാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ, അതല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും തിരക്കുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആദ്യമായി മാറ്റിവെക്കുന്നത് നമസ്കാരമാണെന്ന സാഹചര്യം മാറണം. കല്യാണ ദിവസങ്ങളിൽ നമസ്കാരം മുടക്കുന്ന എത്രയോ മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മരണ ദിവസങ്ങളിൽ നമസ്കാരം മുടക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും പ്രോഗ്രാമുകളുടെ പേരിൽ നമസ്കാരത്തെ മാറ്റിവെക്കുന്ന അസ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. ഈ സാഹചര്യം മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് നമസ്കരിക്കണം. നമസ്കാരം മുസ്ലിങ്ങൾക്ക് സമയബന്ധിതമായി സമയം നിർണയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഇബാദത്താണ്. അത് അതിന്റെ സമയങ്ങളിൽ തന്നെ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നമസ്കരിക്കുക. പിന്നെ നമസ്കരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതുപോലെ, സഹാബാക്കൾ നമസ്കരിച്ചതുപോലെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി നമസ്കാരത്തിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യഥാർത്ഥമായ നമസ്കാരം നിർവഹിക്കുന്ന സാഹചര്യം. നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. ഒരു ചടങ്ങെന്ന നിലയിൽ, ഒരു കടമ നിർവഹിക്കുന്നത് പോലെ പലപ്പോഴും നമ്മൾ നമസ്കരിക്കുന്നു. സർവമാർ സാധനമായി കുടിക്കാൻ കൂടെ കുടിക്കാന്ന് പറയും. നമ്മളെ കൈവിടുക, സലാം വീട്ടുന്നവരങ്ങോട്ട് നിർവഹിക്കുക. എന്താണ്, എങ്ങനെയാണ്, അത് പറയുന്നത് എന്താണ്, അത് ചിന്തിക്കുന്നത് എന്താണ്, അത് ചെയ്യുന്നത് എന്താണെന്ന് പോലും പലപ്പോഴും ഓർമ്മയുണ്ടാവുകയില്ല. സാധാരണ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ചെയ്യുന്ന ചില കർമ്മങ്ങളും വചനങ്ങളുമാണ് നമസ്കാരം നമ്മൾ മനസ്സിലാക്കാമെന്ന് പറയാറുണ്ട്. ഇപ്പൊ ചില കലാപരിപാടികളാണ് നമസ്കാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാമത് ചൊല്ലിയാൽ സലാം വീട്ടുന്നവരെ സൃഷ്ടിച്ചാൽ ശുദ്ധ ഓമാൻ എന്നവരെ വിഷയം പറയുകയും അത് പറയുകയും അത് നമ്മൾ സ്വന്തം നമസ്കരിച്ചാലും അങ്ങനെ തന്നെ. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായുവിലേക്ക് പലപ്പോഴും നമ്മുടെ നാവുകളിലേക്ക് വരുന്നത് ചില സുപരിചിതമായ സൂറത്തുകൾ മാത്രം. അല്ലെ, നമസ്കരിക്കാൻ നമ്മൾ കഴിയുന്നത് സുന്നത്തിരിക്കാൻ കഴിയുകയാണ്. നമ്മൾ ഓർക്കുന്ന സൂറത്തുകളായാലും സുന്ന, പുല്ലറപ്പിന്റെ അതിലെ പുല്ലറപ്പില്ലാത്ത ഇതുപോലെ അല്ലെങ്കിൽ കുറച്ച് സൂറത്തുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സൂറത്തുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി 19 എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പാരായണം ചെയ്യുക. ഈ സൂറത്തിന്റെ ആശയം എന്താണ്? ഈ പറയുന്ന വചനങ്ങളുടെ അർത്ഥതലങ്ങൾ എന്താണ്? ഞാൻ ആരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ നമസ്കാരം നിർവഹിക്കുന്നത്? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈ നമസ്കാരം?
أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. അള്ളാഹുവിനെ കാണുന്നത് പോലെ അത് സാധ്യമല്ല. അള്ളാഹു എന്നെ കാണുന്നത് പോലെ എന്നെ എന്റെ റബ്ബ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള മാനസികാവസ്ഥയിൽ നമസ്കരിക്കാൻ ഒരിക്കലെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടോ സഹോദരങ്ങൾ? ആ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള വികാരത്തോടെ ആ ഒരു ചിന്തയോടെ ഒരിക്കലെങ്കിലും ഒരു ഫാത്തിഹ ഓതാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ റബ്ബിനോട് ഞാൻ സംവദിക്കുകയാണ്, എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുകയാണ് ഈ നമസ്കാരത്തിലൂടെ എന്നുള്ള ചിന്തയിൽ നമുക്ക് എപ്പോഴാണ് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അള്ളാഹു പറയുന്നു, മുസ്ലിമിനോട് സംസാരിക്കുകയാണ് നമസ്കാരത്തിൽ. അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ഇതാ പ്രശംസിച്ചിരിക്കുകയാണ്, എന്നെ സ്തുതിച്ചിരിക്കുകയാണ്. അർ-റഹ്മാൻ റഹീം, കരുണയുള്ളവൻ കരുണാവാരിയായവൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി അത്ന അലൈഹി അബ്ദി, എന്റെ അടിമ എന്നെ ഇതാ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. അള്ളാഹു പറയും മറുപടിയായി, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനെന്ന് അടിമ പറയുമ്പോൾ അള്ളാഹു പറയും, മജ്ജദനി അബ്ദി, എന്റെ മഹത്വമുള്ള എന്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു, അവൻ ആ ദൈവത്തെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ റബ്ബുമായി അങ്ങോട്ട് സംസാരിക്കുന്നു, റബ്ബ് തിരിച്ചിങ്ങോട്ട് ഉത്തരം നൽകുന്നു. ഈ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് നിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങൾ? ഇങ്ങനെയുള്ള നമസ്കാരത്തെ കുറിച്ചാണ് നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞത്. ചെറിയ രീതിയിൽ നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇത്തരം നമസ്കാരക്കാർ നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. മുനാഫിക്കുകളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ വാക്കാണിത്. നമസ്കരിക്കാൻ നിന്നാലോ അലസന്മാരായി നിൽക്കുന്നു, മടിയന്മാരായി നിൽക്കുന്നു. വലിയ അസ്വസ്ഥതയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് പോയാൽ മതി എന്നുള്ള ചിന്താഗതിയിലാണ് നമസ്കാരം. ചിന്തിച്ചോക്ക് സാധനങ്ങൾ നമ്മുടെ നമസ്കാരം എങ്ങനെയാണ്? ഓടി വന്നവരെ കൈകിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് തലകുത്തി മതിയാവണമെങ്കിൽ ഓടുക. 2 മിനിറ്റ് സമാധാനമായിരിക്കാൻ, സമാധാനം നമസ്കരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്താ അത്ര പെട്ടെന്ന് ഉച്ചരിച്ചു പോകുന്നത്? അല്പം തിരക്കുണ്ട്, വെളിയിലിറങ്ങി ആരെങ്കിലും കണ്ടു അരമണിക്കൂറോളം നടത്താൻ പറയും, ഒരു തിരക്കുമില്ല. അരമണിക്കൂർ വിശേഷം പറയും, ഒരു തിരക്കുമില്ല. കടയിൽ കയറി സമയം വായിച്ചുകൊണ്ട് മണിക്കൂറുകൾ ചെലവഴിക്കും, ഒരു തിരക്കുമില്ല. മൊബൈലെടുത്ത് ഞെട്ടിക്കൊണ്ട് മണിക്കൂറുകൾ ചെലവഴിക്കും, യാതൊരു തിരക്കുമില്ല. നമസ്കരിക്കാൻ പള്ളിയിലെ ഭയങ്കര തിരക്ക്. അവരുടെ നമസ്കാരം മടിയോടുകൂടിയാണ്, അലസതയോടുകൂടിയാണ്. എന്തോ ഒരു വല്ലാത്ത ഒരു ചടങ്ങ് നിർവഹിച്ച് തീർക്കുന്നത് പോലെ പലപ്പോഴും സംസാരങ്ങളിൽ പോലും പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ചടങ്ങാണ് എങ്ങനെയെങ്കിലും ഒന്ന് നിർവഹിച്ച് തീർത്തിട്ട് പോകണം. കാരണം ഈ നിസ്കാരമല്ല. യുറാവൂന ഒരു കൂട്ടരുടെ നമസ്കാരം ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നിസ്കാരക്കാരാണ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രം നിസ്കാരത്തിൽ ഓർമ്മയില്ല. അള്ളാഹു പറഞ്ഞത് എന്നെ കുറിച്ച് ഓർക്കാൻ വേണ്ടി, എന്റെ ചിന്ത നിലനിർത്താൻ വേണ്ടിയാണ് നമസ്കാരം. നമുക്കോ കൈ കെട്ടുന്ന സമയത്ത് അള്ളാഹു എന്ന് പറയുമ്പോൾ ഓർമ്മ വരും. അപ്പൊ അള്ളാഹ് പറയുന്നുണ്ടല്ലോ. പിന്നെ അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ വീണ്ടും ഓർമ്മ വരും. ഇതിനിടയിൽ അള്ളാഹ് ഇല്ല. ഇതിനിടയിൽ കച്ചവടം, പിന്നെ തൊഴിൽ, ബിസിനസ് ആരെങ്കിലുമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്, കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ അത്, കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ അത്, പിന്നെ അത് അമേരിക്ക പ്രശ്നം, ജപ്പാൻ, എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചുള്ള വരും. കലാം വീഴുമ്പോ റഹ്മത്തുള്ളാഹ്. നിങ്ങൾക്ക് എന്റെ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള നമസ്കാരമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈമാനുള്ളവർ വിജയിച്ചു. അവർ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ്. നമസ്കാരത്തിൽ അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അല്ലാഹുവിൽ ലയിച്ചവർ നമസ്കരിക്കുകയാണ്. യുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തണം. പിന്നെ സകാത്ത് കൊടുക്കുന്നവരായിരിക്കണം.
പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പരിപൂർണമായി അനുസരിക്കുന്നവരായിരിക്കണം. വിശദീകരിക്കാൻ സമയമില്ലാത്ത കണ്ടു കിടക്കുന്നില്ല. അവരുടെ ഈ നിബന്ധനകൾ നിങ്ങൾ പൂർത്തീകരിക്കുമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് തിരിച്ചു തരാം, നിങ്ങൾക്ക് അധികാരം തിരിച്ചു തരാം, നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള നല്ല ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മുഴുവൻ ഭയങ്ങളും പരാശങ്കകളും നീക്കി നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്വം ഞാൻ നൽകി അനുഗ്രഹിക്കാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ നേതാവാകേണ്ട ആവശ്യമില്ല. അധികാരികളെ ചീത്ത വിളിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അധികാരികളെ ചീത്ത വിളിക്കേണ്ട. കാരണം അധികാരികളുടെ ഹൃദയം എന്റെ കയ്യിലാണ്. അധികാരികളുടെ ഹൃദയം എന്റെ കയ്യിലാണ്. അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസിൽ അധികാരികളുടെ ഹൃദയം എന്റെ കയ്യിലാണ്. ഖുലൂബുൽ മുലൂകി ബിയദി, അധികാരികളുടെ ഹൃദയം എന്റെ കയ്യിലാണ്. നിങ്ങളെന്നെ അനുസരിക്കുകയും എന്നെ സൂക്ഷിച്ച് ജീവിക്കുകയും എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അധികാരികളുടെ ഹൃദയം നിങ്ങൾക്ക് അനുകൂലമായി തിരിക്കും. നിങ്ങൾ എന്നെ എതിർക്കുകയും എന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുകയും നിങ്ങൾ എന്നെ തത്വം ചെയ്യാതെ കഴിയുകയും നിങ്ങളുടെ തോന്നിയവാസമനുസരിച്ച് ജീവിക്കുകയും ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ നിങ്ങൾക്ക് എതിര് വ്യാപിക്കും. അതുകൊണ്ട് ഭരണാധികാരികളെ വിട്ടുപിടിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് നമ്മൾ നന്നാവുക എന്ന പണിയാണ് നാം ചെയ്യേണ്ടത്. അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.